മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയാണ് തിരുവനന്തപുരം പാളയത്തെ ആരാധനാലയങ്ങൾ. ഒരേ മതിൽ പങ്കിടുന്ന മസ്ജിദും ക്ഷേത്രവുമൊക്കെ അതിനുദാഹരണം. വിശ്വാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമായ ഗണപതി ക്ഷേത്രത്തിന്റെ ഗോപുരവും പൂർത്തിയായി കഴിഞ്ഞു. അപരമത വിദ്വേഷം പടരുന്ന കാലത്താണ് കാലങ്ങളായുള്ള മതസൗഹാർദ്ദത്തിന്റെ തിരുവനന്തപുരം മാതൃക ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്. ഒരൊറ്റ മതിൽ, രണ്ട് വിശ്വാസങ്ങൾ. പാളയം ജുമാ മസ്ജിദും പാളയത്തെ ശക്തിവിനായക ക്ഷേത്രവും രാജഭരണകാലം തൊട്ടേ ഇങ്ങനെ തൊട്ടുരുമി നിൽപ്പാണ്. റോഡിനപ്പുറത്ത് പാളയത്തെ സെന്റ് ജോസഫ് ചർച്ചുമുണ്ട്. സ്വാതന്ത്ര്യപൂർവ്വകാലത്തെ വിവിധ സമുദായങ്ങളിൽപ്പെട്ട സൈനികർക്ക് വേണ്ടി സ്ഥാപിച്ച അമ്പലവും ഇസ്ലാം ക്രിസ്ത്യൻ പള്ളികളും നിർമ്മിച്ചത് അക്കാലത്താണെങ്കിലും വിപുലീകരിച്ചത് ഒട്ടേറെ കഴിഞ്ഞ്, അതും സകല സമുദായങ്ങളുടെയും സഹകരണത്തോടെ. യാതൊരു പ്രശ്നവും യാതൊരു ബുദ്ധിമുട്ടും അമ്പലത്തിലെ ഭക്തന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, മസ്ജിദിലെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അവർക്കും ഉണ്ടായിട്ടില്ല. ഉത്സവങ്ങളോ അതല്ലെങ്കിൽ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ പള്ളിയിലെ ആളുകളും എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്നു. ഇനി മസ്ജിദുകളിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആഘോഷങ്ങളോ ഉത്സവങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ അമ്പലത്തിലെ ആളുകളും എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്നു. ഈ അർത്ഥത്തിൽ പൂർണ്ണമായ സഹകരണത്തിലും വളരെ ഊഷ്മളമായിട്ടുള്ള ആത്മബന്ധത്തിലുമാണ് അമ്പലത്തിലെ വിശ്വാസികളും ഈ മസ്ജിദിലെ വിശ്വാസികളും രണ്ടു കൂട്ടരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. ശക്തിവിനായക ക്ഷേത്രത്തിനിപ്പോൾ പുതിയ ഗോപുരം നിർമ്മിച്ചിരിക്കുകയാണ്. കാലങ്ങളായുള്ള സർവ്വമത വിശ്വാസികളുടെ ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുരം. നമ്മളെല്ലാ മതക്കാരും നമ്മൾ ഒരുമിച്ച് ഒരു സ്നേഹാർദ്ദപരമായിട്ട് നമ്മൾ ഒത്തൊരുമയോടുകൂടി പോവുകയാണ്. അതാണ് നമുക്ക് വിജയം തരുന്നത്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളും നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ നമുക്ക് നല്ല വിജയമുണ്ടാവും. കപട കേരള സ്റ്റോറികൾ അരങ്ങുവാഴുന്ന കാലത്താണ് വർഷങ്ങൾക്ക് മുമ്പേ മാതൃകയായ ചില റിയൽ കേരള സ്റ്റോറികൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ മാതൃക കാട്ടി നിൽക്കുന്നത്. 24 തിരുവനന്തപുരം.